നമ്മുടെ മോഡൽ എക്സാമിന്റെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലെ. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാം എത്തും. പിന്നെ നമ്മൾ കുറച്ചുകൂടി വലിയ കുട്ടികളായി പ്ലസ് ടുവിലേക്കൊക്കെ പോവാണ്. അപ്പൊ പ്ലസ് വണ്ണിന്റെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പോലെ നമ്മുടെ പ്ലസ് ടു നമുക്ക് ആക്കാൻ പറ്റില്ല അല്ലെ. അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഫൈനൽ എക്സാംസ് ആണ്. അപ്പൊ നമുക്ക് അത് ഉഷാറായിട്ട് തന്നെ എഴുതണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നമ്മുടെ എക്സാമിന്റെ ഫാമിലി ഫുൾ സപ്പോർട്ടിന് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഓരോ പാർട്ടായിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിന് പുറമെ വർക്ക് ഷീറ്റ്സ്, ക്വസ്റ്റ്യൻ ബാങ്കുകൾ, അതൊരു ബുക്കായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ടാകും. പിന്നെ നമുക്ക് ഓരോ മോഡൽ എക്സാംസ്, നമുക്കറിയാം നമ്മുടെ എക്സാംസ് ഒക്കെ കുറച്ച് ടഫായി വരികയാണ്, പാറ്റേണുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മോഡൽ എക്സാംസ് നിങ്ങൾക്ക് നടത്തും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പൊ അതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ക്രാഷ് ബാച്ച് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ പ്ലസ് ടു ബാച്ചിലേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 5,999 ആണെങ്കിൽ ആ ഫീസിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ കിട്ടും, നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിലും നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും ഫുൾ ആയിട്ടുള്ള വൺ ഷോട്ട് വീഡിയോസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയിട്ടുള്ള ഏറ്റവും ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എങ്ങനെ പഠിപ്പിച്ചു തരാം എന്ന് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട് ലൈവുകൾ ഉണ്ടാകും. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, വർക്ക് ഷീറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ആവശ്യം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. സോ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനി ഒട്ടും ലേറ്റ് ആക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ കാര്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു.